കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. വൈവിധ്യമാർന്ന ജനത. തമിഴ്, തെലുങ്ക്, കന്നഡ, ഗുജറാത്തി, മറാത്തി, ഉറുദു, ഹിന്ദുസ്ഥാനി ഭാഷകൾ സംസാരിച്ചിരുന്നവർ കൊല്ലത്ത് ധാരാളമുണ്ടായിരുന്നു. മലയാളികൾ കഴിഞ്ഞാൽ കൊല്ലം പ്രദേശത്ത് രണ്ടാം സ്ഥാനം തമിഴർക്കാണ്. ഒരു തമിഴ് നഗര സ്വഭാവം തന്നെ കൊല്ലത്തിനുണ്ട്. 1956 നവംബർ 1 വരെ കൊല്ലം ജില്ലയുടെ കിഴക്കേ അതിർത്തി താലൂക്കായ ചെങ്കോട്ട തമിഴ് സംസാരിക്കുന്നവരുടെ പ്രദേശമായിരുന്നു. അന്നും ഇന്നും കൊല്ലത്ത് പലചരക്കും പച്ചക്കറിയും എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴർ തലമുറകളായി ഇവിടത്തെ കച്ചവടക്കാരാണ്. അവരുടെ സഹായികളും മറ്റുമായി അനേകം തമിഴ് കുടുംബങ്ങൾ കൊല്ലത്തുണ്ട്. ഇവർ സ്വർണം, മുളക്, എണ്ണ, തടി തുടങ്ങിയവ കച്ചവടം നടത്തി വരുന്നു. വേലുത്തമ്പി ദളവയുടെ കാലത്ത് കുണ്ടിക വ്യാപാരികളെ ഇവിടെ വരുത്തി പാർപ്പിച്ചിരുന്നു. ജില്ലയിലെ കശുവണ്ടി വ്യവസായത്തിൻ്റെ ശില്പികളായി ഗണിക്കപ്പെടുന്ന റോച്ച്, വിക്ടോറിയ, സ്വാമിനാഥൻ എന്നിവർ തമിഴ്നാട്ടുകാരാണ്. കൊല്ലത്തിൻ്റെ വ്യാപാര മേഖലയിൽ തമിഴർക്കും തമിഴ് ഭാഷയ്ക്കും ഇന്നും പ്രാമാണ്യമുണ്ട്. കൺട്രോൾമെൻറ്റ് സ്കൂൾ, ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ പണ്ട് മുതൽക്കേ തമിഴ് ഭാഷ പഠിപ്പിച്ചിരുന്നു. ഗോവയിൽ നിന്ന് തെക്കോട്ട് പലായനം ചെയ്തു വന്ന കൊങ്ങിണികൾ എന്നൊരു മറ്റൊരു വിഭാഗവും കൊല്ലത്തുണ്ട്. ഇവർ ഗൗഡ സാരസ്വതർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവരുടെ പാരമ്പര്യത്തിന് തെളിവാണ് കൊല്ലം കച്ചേരി വാർഡിലെ തിരുമല ദേവസ്യം. ഇനി മറ്റൊരു വിഭാഗമാണ് തെലുങ്കർ. തെലുങ്ക് സംസാരിക്കുന്ന റെഡ്ഡിയാർമാർ, ബ്രാഹ്മണർ, നായിഡുമാർ, ചക്കീലിയർമാർ തുടങ്ങിയവരൊക്കെ നൂറ്റാണ്ടുകളായി കൊല്ലത്തുണ്ട്. റെഡ്ഡിയാർ എന്ന നാമധേയം മലയാളികൾ അറിഞ്ഞു തുടങ്ങിയത് തന്നെ കൊല്ലത്ത് നിന്നാണ്. ശാസ്ത്രങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ എസ് ടി റെഡ്ഡിയാരുടെ പേര് സ്മരിക്കാതെ മലയാള ഭാഷയുടെ വളർച്ച പൂർണ്ണമാവില്ല. അച്ചടിയുടെ പ്രസക്തി ആരംഭിക്കുന്ന സമയത്ത് തന്നെ വിദ്യാഭിവർദ്ധിനി എന്ന അച്ചുകൂടം സ്ഥാപിച്ച് വിവിധ വിഷയങ്ങളിലുള്ള അനേകായിരം പുസ്തകങ്ങൾ അച്ചടിച്ച് കേരളമാകെ തലച്ചുമടായി കൊണ്ടു നടന്ന് കച്ചവടം നടത്തിയ റെഡ്ഡിയാരുടെ നാമധേയം തങ്കലിപികളിലാണ് കൊല്ലം രേഖപ്പെടുത്തിയിട്ടുള്ളത്. സ്വർണം, പലചരക്ക് വ്യാപാരങ്ങളിലെല്ലാം റെഡ്ഡിയാർമാർ പ്രസിദ്ധമാണ്. ഇവരുടെ വലിയൊരു സമൂഹം തന്നെ കൊല്ലത്തുണ്ട്. എണ്ണത്തിൽ കുറവാണെങ്കിലും കന്നഡ സംസാരിക്കുന്നവരുടെ കുറേ കുടുംബങ്ങളും കൊല്ലത്ത് അധിവസിക്കുന്നുണ്ട്. തുളു സംസാരിക്കുന്നവർ ക്ഷേത്രങ്ങളിലെ ശാന്തിവൃത്തിയും ഹോട്ടൽ വ്യവസായങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു. തമിഴ് ബ്രാഹ്മണർ, തമിഴ് നാടാർമാർ, തെലുങ്ക് റെഡ്ഡിയാർമാർ എന്നിവർക്ക് സമുദായ വക കല്യാണ മണ്ഡപങ്ങൾ കൊല്ലത്ത് സ്വന്തമായുണ്ട്. തുളു പോറ്റിമാർക്ക് ഒരു ക്ഷേത്രവും ഹാളുമുണ്ട്. പടയാളികളും കുതിരക്കാരുമായി പട്ടാണികൾ രാജഭരണകാലം മുതൽക്കേ കൊല്ലത്തുണ്ട്. പ്രസിദ്ധമായ ഒരു ആരാധനാലയവും പട്ടാണി തങ്ങൾ കബറിടവും കൊല്ലത്തുണ്ട്. AD കോട്ടൺ മിൽ തൊഴിലാളികളായും മറ്റും ഹിന്ദുസ്ഥാനി സംസാരിക്കുന്ന ഒരു വിഭാഗവും മുമ്പ് കൊല്ലത്തുണ്ടായിരുന്നു. ഉറുദു സംസാരിക്കുന്ന അനേകം കുടുംബങ്ങളുണ്ട് കൊല്ലത്ത്. കച്ചി ഭാഷ സംസാരിക്കുന്ന സേട്ടുമാർ കൊല്ലത്തെ വ്യാപാര മേഖലയിൽ പ്രസിദ്ധരായിരുന്നു. ഇപ്പോഴും അനവധി പേരുണ്ട്. കച്ചിമേവൻ ജുമാഅത്ത് തന്നെ കൊല്ലത്തുണ്ട്. രാജാ കേശവദാസൻ്റെ കാലത്ത് ക്ഷണിച്ചു വരുത്തിയവരാണ് ഇവർ. കല്ലുപാലത്തിന് സമീപത്തെ വലിയ വ്യാപാര കേന്ദ്രത്തിൻ്റെ ഉടമയായിരുന്ന ഷാ ഗോവാൽജി, നൂൽ വ്യാപാര രംഗത്ത് അറിയപ്പെട്ടിരുന്ന ഷാ തലക്സി, ബാച്ച്രാജ് എന്നിവരെല്ലാം കൊല്ലത്ത് ഖ്യാതി നേടിയവരാണ്. ഇവയൊക്കെ തന്നെ പൗരാണികാലം മുതലേ കൊല്ലത്തിന് വിവിധ സംസ്കാരങ്ങളുമായി അതിബൃഹത്തായ ഒരു ബന്ധം നിലനിർത്തി പോന്നു. മറ്റെങ്ങും കാണാനാവാത്ത ഒരു പ്രത്യേകതയാണ് കൊല്ലത്തുള്ളത്. വിവിധ ജാതി മത ദേശബന്ധങ്ങളുടെ പരിണിതഫലമായി സിദ്ധിച്ച ഒരു പ്രത്യേക സംസ്കാരം തന്നെ കൊല്ലത്തുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. വ്യാപാര ലക്ഷ്യത്തോടെ എത്തിച്ചേർന്ന വർഗങ്ങളുടെ സഹകരണത്താൽ കൊല്ലത്തിൻ്റെ സംസ്കാരം പുഷ്ടിക്കപ്പെട്ടു. തൽഫലമായി ഒരു വിശാല സംസ്കാര ഭാവം കൊല്ലത്തിന് കൈവന്നു എന്ന് പറയാം. ഒരു സംസ്കാര സമന്വയം തന്നെ കൊല്ലത്ത് നടന്നിട്ടുണ്ട്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.